ജിന്നിനൊക്കെ പറപ്പിക്കുന്ന ഒരു ഫ്രീക്കൻ ഉസ്താദിന്റെ കഥയാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അതേ കൂട്ടുകാരെ, ഇന്നും ഞാനൊരു ഇന്തോനേഷ്യൻ മൂവിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും ചെയ്തേക്കുക. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഉസ്താദ് കോഡ്രാക്റ്റിനെയാണ്. പുള്ളിക്കാരൻ ഒരു വെറ്റീറിയൻ എക്സോസിസ്റ്റ് ആണ്. അതായത് എന്തെങ്കിലും ഭൂതങ്ങളോ ജിന്നോ പ്രേതമോ ആരുടെങ്കിലൊക്കെ മേത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഒഴിപ്പിച്ചു വിടുന്ന ആളെയാണ് ഈ ഒരു എക്സോസിസ്റ്റ് എന്ന് പറയുന്നത്. അതൊരുവിധം എല്ലാ കൂട്ടുകാർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞൊന്നു മാത്രം. ഇപ്പൊ നമ്മുടെ ഉസ്താദ് കോഡ്രാക്റ്റിന്റെ മകനായിട്ടുള്ള ആലിഫിന്റെ മേത്തും ഇതേപോലെ ഒരു സാത്താൻ കയറിയിരിക്കുകയാണ്. അതൊരു സാധാരണ സാത്താൻ ആയിരുന്നില്ല. അസ്വാല എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സാത്താൻ. തന്റെ മകനെ രക്ഷിക്കാനായിട്ട് ഉസ്താദ് കോഡ്രാക്റ്റ് പലതവണ 18 അടവും പയറ്റുന്നുണ്ട്. പക്ഷേ ഒരു ഫലവും ഉണ്ടാകുന്നില്ല. ഈ ഒരു സാത്താൻ നമ്മുടെ ഉസ്താദ് കോഡ്രാക്റ്റിനെ എടുത്തെറിയുകയാണ്. അങ്ങനെ ഈ ഒരു കൊടും പിശാചായിട്ടുള്ള അസ്വാലയെ തന്റെ മകന്റെ ദേഹത്ത് നിന്ന് ഒഴിപ്പിക്കാനായിട്ട് ഇപ്പൊ ഉസ്താദ് കോഡ്രാക്റ്റിന് കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ മകനായ ആലിഫ് മരണപ്പെടുകയാണ്. ഗുരുതരമായ അശ്രദ്ധ എന്ന് ചൂണ്ടിക്കാട്ടി കോടതി നമ്മുടെ ഉസ്താദ് കോഡ്രാക്റ്റിനെ 3 വർഷം തടവിന് വിധിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ജയിലിലായാൽ പോലും നമ്മുടെ കോഡ്രാക്റ്റ് ഒരു വിഷാദ രോഗിയായി, അതായത് ഡിപ്രഷനൊക്കെ അടിച്ച് ഇരിക്കുകയാണ്. ഒപ്പം ഉണ്ടായിരുന്ന ജയിൽ പുള്ളി, നീ നാട്ടിലേക്ക് തന്നെ തടവ് കഴിഞ്ഞാൽ തിരിച്ചു പോകണം, നീ പുതിയൊരു ജീവിതം തുടങ്ങണം എന്നൊക്കെ പറയുമ്പോഴും അവന്റെ മനസ്സിൽ നഷ്ടപ്പെട്ടു പോയ ഫാമിലി മാത്രമായിരുന്നു. പെട്ടെന്നാണ് സെല്ലിലേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ട് നമ്മുടെ കോഡ്രാക്റ്റിനെ വലിച്ചഴച്ച് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവനെ പൊതിരെ തല്ലാനായി തുടങ്ങുകയും ഒരു ചെയിൻ ഉപയോഗിച്ച് അവനെ കെട്ടിത്തൂക്കുകയും ചെയ്യുകയാണ്. ആ ഒരു പോലീസുകാരന്റെ ശരീരത്തിലേക്ക് അസ്വാല എന്ന് പറയുന്ന ആ ഒരു ഭീകര പിശാച് കയറിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഈ ഒരു പോലീസുകാരൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഇതൊന്നും. മറ്റു ഉദ്യോഗസ്ഥര് അങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും നമ്മുടെ കോഡ്രാക്റ്റിന്റെ കഥ കഴിഞ്ഞിരുന്നു. പോലീസുകാർ അവനെ മോർച്ചറിയിലേക്ക് മാറ്റി. പിന്നീട് ബർസാക്കിലേക്കുള്ള, അതായത് ഒരു ശുദ്ധീകരണ സ്ഥലമാണ്, അവിടേക്കുള്ള യാത്രയ്ക്ക് ശേഷം അവൻ തന്റെ തെറ്റുകളൊക്കെ തിരിച്ചറിയുകയും പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്യുമ്പോൾ വീണ്ടും അവൻ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. പിന്നീട് അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു മോർച്ചറിയിൽ ഒരുപാട് ശവങ്ങൾക്കിടയിൽ അവൻ കിടക്കുകയായിരുന്നു. അങ്ങനെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കോഡ്രാക്റ്റ് അവൻ പഠിച്ച ഗ്രാമത്തിലെ ബോർഡിംഗ് സ്കൂളിലേക്ക് പോവുകയാണ്. ഈ ഒരു ഗ്രാമം കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ശപിക്കപ്പെട്ട ഗ്രാമമാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു കാരണവുമില്ലാതെ ആളുകൾ മരിച്ചു വീഴുന്നു. കൃഷികളെല്ലാം തന്നെ പാടെ നശിക്കുന്നു. കോഡ്രാക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബസ്സിൽ ഒരു കുട്ടി ഇപ്പോ വളരെ ഉറക്കേനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവൻ ഈ ബസ്സിൽ നിന്ന് സ്ഥലം എത്തിയപ്പോൾ ഇറങ്ങി. പിന്നീട് ആ ഒരു കുട്ടിയെ നോക്കിയപ്പോൾ ആ ഒരു കുട്ടി കരയുന്നതിന്റെ കാരണം ഇപ്പോഴാണ് നമ്മുടെ കോഡ്രാക്റ്റിന് മനസ്സിലായത്. ആ ഒരു കുട്ടിയുടെയും അമ്മയുടെയും അടുത്ത് ഒരു പ്രേതം ഇരിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ കോഡ്രാക്റ്റിനെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. പോകുന്ന വഴിയിൽ അവനൊരു വീട് കാണുന്നുണ്ട്. അവിടെ എന്തോ തരത്തിലുള്ള എക്സോസിസവും മറ്റൊക്കെ നടക്കുകയാണെന്ന് മനസ്സിലാക്കിയുള്ള കോഡ്രാക്റ്റ് അങ്ങോട്ടേക്ക് പോകുന്നില്ല. കാരണം മകനെ നഷ്ടപ്പെട്ടതും ആ ഒരു പഴയ പാസ്റ്റുമൊക്കെ നമ്മുടെ കോഡ്രാക്റ്റിനെ ഇപ്പോഴും അലട്ടുന്നുണ്ടായിരുന്നു. ടണ്ടി എന്ന് പറയുന്ന യുവതിയാണ് ഇത്. അവരുടെ മകളായിട്ടുള്ള ജിഹാന്റെ മേത്ത് ഇപ്പോൾ ഒരു സാത്താൻ കയറിയിട്ടുണ്ട്. നാട്ടുകാരെല്ലാവരും തന്നെ ഇപ്പോൾ പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുകയാണ്. മകളുടെ ദേഹത്ത് കയറിയിട്ടുള്ള ആ ഒരു സാത്താനെ ഒഴിപ്പിക്കാനായിട്ട് ഒരുപാട് പണം ആവശ്യമാണ്. പക്ഷെ അത് ടൻഡിയുടെ അടുത്ത് ഇല്ലെന്ന് ഇപ്പോൾ ടൻഡി യസ്മിനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജിഹാൻ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ദേഹത്തേക്ക് വീണ്ടും സാത്താൻ കയറുകയും അവൾ സ്വയം അവളെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു മരപ്പലകയിൽ തലയിടിക്കുകയും ചെയ്യുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജിഹാൻ പഴയപടിയായി. പിന്നെ അവൾ എല്ലാവരെയും നോക്കി ചിരിക്കാനായി തുടങ്ങുന്നു. പക്ഷെ പെട്ടെന്ന് വീണ്ടും ആ ഒരു സാത്താൻ അവളിലേക്ക് പ്രവേശിക്കുകയും ഈ ഒരു പെൺകുട്ടി ആ ഒരു മരപ്പലകയിൽ തല തല്ലി ചാവുകയും ചെയ്യുകയാണ്. മറുവശത്ത് നമ്മുടെ ഉസ്താദ് കോഡ്രാക്റ്റ് നേരെ ചെല്ലുന്നത് അവൻ പഠിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബോർഡിംഗ് സ്കൂളിലേക്കാണ്. ആ ഒരു ഗ്രാമത്തിലെ എല്ലാ തരത്തിലുള്ള കൃഷിയും ഇപ്പോൾ നശിച്ചിരിക്കുകയാണ്. അവന്റെ കൂട്ടുകാരനായിട്ടുള്ള സഫർ അവിടെയുണ്ട്. നിലവിൽ ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന പയ്യന്മാരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കോഡ്രാക്റ്റ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ നമ്മുടെ സഫറിനെ കോഡ്രാക്റ്റ് കണ്ടുമുട്ടുന്നു. കോഡ്രാക്റ്റ് ജയിലിലേക്ക് പോയതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഗ്രാമത്തിൽ നടന്നു. അസ്വാല എന്ന് പറയുന്ന ആ ഒരു പിശാച് ഈ ഒരു ഗ്രാമത്തെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബോർഡിംഗ് സ്കൂളിന്റെ ഉടമസ്ഥനും ഇവർക്ക് ഈ ഒരു എക്സോസിസം മറ്റൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദ് ഇപ്പോൾ കിടപ്പിലാണ്. ഇതേ സമയം തന്നെ ടൻഡിയുടെ മകളായിട്ടുള്ള ജിഹാൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഗ്രാമത്തിൽ പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം സഫറിൽ നിന്നും നമ്മുടെ കോഡ്രാക്റ്റ് മനസ്സിലാക്കി. നമ്മുടെ കോഡ്രാക്റ്റിന് ഈ
ഇനിയൊരു എക്സോസിസവും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട യാസ്മിൻ എന്ന് പറയുന്ന യുവതിയെയാണ്. ഭർത്താവ് മരിച്ചുപോയി, 2 മക്കളാണുള്ളത്. ഏറ്റവും ഇളയ മകനായിട്ടുള്ള ആലിഫിനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തന്റെ മകനെയും ഈ ഒരു സാത്താൻ വന്ന് കൊലപ്പെടുത്തുമോ എന്നുള്ള പേടി നമ്മുടെ യാസ്മിന് ഉണ്ടായിരുന്നു. പക്ഷെ യാസ്മിന്റെ കയ്യിൽ അത്യാവശ്യത്തിനുള്ള പണവും മറ്റൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സോസിസ്റ്റുകളെ വിളിക്കാനായിട്ട് അവൾക്ക് കഴിയും. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുഞ്ഞ് ആലിഫ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ അലമാരയിലേക്ക് നോക്കിയിട്ട് ആരോടോ സംസാരിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ യാസ്മി വന്നിട്ട് അവനെ വഴക്ക് പറയുകയാണ്. നീ ആരോടാ സംസാരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ആലിഫ് പറയുന്നുണ്ട്, ഞാൻ വാപ്പയോടെ സംസാരിക്കുന്നേ. അതിനിപ്പോ ഉമ്മയ്ക്ക് എന്താ? യഥാർത്ഥത്തിൽ ആലിഫിന്റെ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പോഴേക്കും മകളായിട്ടുള്ള ആശയും അങ്ങോട്ടേക്ക് വന്നു. നീ എന്താ ഇത്ര നേരം വൈകിയേ എന്ന് പറഞ്ഞ് മകളെ ചീത്ത പറയുകയാണ് യാസ്മിൻ. അമ്മ എന്തിനാ പതിവില്ലാതെ ഇങ്ങനെ ചീത്ത പറയുന്നേ? നിനക്ക് അറിയാഞ്ഞിട്ടാ ഈ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങള്. നമ്മുടെ ജിഹാൻ മരിച്ചുപോയി എന്ന് കേൾക്കുമ്പോൾ മകളായിട്ടുള്ള ആശയ്ക്കും ഇപ്പൊ ചെറുതായിട്ട് പേടിയൊക്കെ വരുന്നുണ്ട്. ഓരോന്ന് പറഞ്ഞ് അമ്മയും മകളും ഇപ്പൊ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞ് ആലിഫ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇതൊന്ന് നിർത്തോ, എനിക്കൊന്ന് ഉറങ്ങണം. ഓ എന്റെ സാർ ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ആശ അവനെ റൂമിലേക്ക് കൊണ്ടുചെന്ന് ആക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയോട് സംസാരിക്കുകയാണ് ആശ. അവൻ കിടന്നുറങ്ങി എന്നാണ് ഇവര് രണ്ടുപേരും വിചാരിച്ചത്. പക്ഷെ ആലിഫ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു അലമാരയുടെ അടുത്തേക്ക് പോവുകയാണ്. അവന്റെ ഉപ്പയുടെ സൗണ്ടാണ് അതിനുള്ളിൽ നിന്ന് കേൾക്കുന്നത്. പിന്നെ പയ്യൻ പോവാതിരിക്കോ? അവന് ചെറിയ കൗതുകവും പേടിയും സന്തോഷവും ഒക്കെ മനസ്സിലുണ്ട്. പെട്ടെന്നാണ് പയ്യന്റെ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ യാസ്മിനും മകളായിട്ടുള്ള ആശയും അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നത്. ആലിഫ് ആ ഒരു അലമാറയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. രണ്ടുപേരും കൂടി ചേർന്ന് ഇപ്പൊ നമ്മുടെ ആലിഫിനെ ബെഡിൽ കിടത്തിയിരിക്കുകയാണ്. അവനിപ്പോ നല്ല പനിയുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ആലിഫിന് പണ്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് നടക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുന്ന ആശയോട് നമ്മുടെ യാസ്മിൻ സൂക്ഷിച്ച് പോകാനായിട്ട് പറയുന്നു. രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട അലമാര അവിടെ ഇല്ലെന്ന് കണ്ട ആലിഫ് ആണെന്നുണ്ടെങ്കിൽ അമ്മയോട് ദേഷ്യപ്പെടുന്നു. ആ ഒരു ഭക്ഷണം അവൻ കഴിക്കാനേ കൂട്ടാക്കുന്നില്ല. അതവൻ തട്ടിത്തെറിപ്പിച്ച് കളയുകയാണ്. അന്ന് വൈകിട്ടായപ്പോ ആലിഫിനെ റൂമിൽ കാണാനില്ല. യാസ്മിൻ അവിടെ ഉണ്ടായിരുന്ന ഗ്യാരേജിലേക്ക് പോയി നോക്കുകയാണ്. കാരണം അവൻ ആ ഒരു അലമാര തേടി പോയതാവും എന്നാണ് ഇപ്പൊ നമ്മുടെ യാസ്മിൻ വിചാരിക്കുന്നത്. ഗ്യാരേജിലേക്ക് പോയി നോക്കുമ്പോൾ അവൻ വീണ്ടും ആ ഒരു അലമാരയിലേക്ക് തലയിട്ടിട്ട് ആരോടോ സംസാരിക്കുകയാണ്. വേഗം വന്നേ, നമുക്ക് വീട്ടിലോട്ട് പോവാം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആലിഫ് ഇപ്പൊ അമ്മയെ ഒരു വലിയ കത്രിക ഉപയോഗിച്ചിട്ട് ആക്രമിക്കാനായിട്ട് വരികയാണ്. നടക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് എഴഞ്ഞെഴഞ്ഞ് ആ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് അവന്റെ അമ്മയെ തന്നെ അവൻ മുറിപ്പെടുത്തുന്നുണ്ട്. ഒരു വിധത്തിലാണ് മകനിൽ നിന്നും അവൾ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടുന്നത്. ആ ഒരു ഗ്യാരേജ് പൂട്ടാനായും നമ്മുടെ യാസ്മിൻ മറന്നില്ല. അപ്പോഴേക്കും മകളായിട്ടുള്ള ആശ വന്നിട്ടുണ്ടായിരുന്നു. യാസ്മിൻ നേരെ ഓടിപ്പോകുന്നത് മറ്റെങ്ങോട്ടുമല്ല, ആ ഒരു ബോർഡിംഗ് സ്കൂളിലേക്കാണ്. അവിടെയാണ് ഉസ്താദുമാരുള്ളത്. പക്ഷെ അന്ന് രാത്രി നമ്മുടെ കോൺട്രാക്ട് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. എത്ര പൈസ വേണമെന്നുണ്ടെങ്കിലും ഞാൻ തരാം, എന്റെ മകനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്നൊക്കെയാണ് യാസ്മിൻ ഇപ്പോൾ കെഞ്ചി കെഞ്ചി പറയുന്നത്. അങ്ങനെ മനസ്സലിഞ്ഞ നമ്മുടെ കോൺട്രാക്ട് അവരുടെ കൂടെ വീട്ടിലേക്ക് വരികയാണ്. മറുവശത്ത് ഗ്യാരേജിന്റെ ഉള്ളിലുള്ള ആലിഫ് ഡോർ തുറക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ആശയാണെന്നുണ്ടെങ്കിൽ തുറക്കുന്നില്ല. ആലിഫ് അപ്പോ എന്നോട് ആർക്കും ഇഷ്ടമില്ല, ഞാൻ മരിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ ആശ വഴിയില്ലാതെ ആ ഒരു ഗ്യാരേജിന്റെ പൂട്ട് തല്ലി പൊളിക്കുന്നു. അകത്തേക്ക് കയറിയപ്പോ ആലിഫിനെ അവിടെ കാണാനില്ല. പകരം ആ ഒരു അലമാരയിൽ നിന്ന് ആലിഫിന്റെ ശബ്ദം കേൾക്കുന്നു. ചേച്ചി ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോൾ അവള് ആ ഒരു അലമാരയിലൂടെ അതിന്റെ മറുഭാഗത്തേക്ക് എത്തുകയാണ്. അത് ഇവരുടെ തന്നെ വീടായിരുന്നു. പഴയ ഒരു കാലത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെ അവളുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ആലിഫ് ഉണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവളുടെ ബർത്ത്ഡേക്ക് ഇപ്പൊ കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ്. ഇതെല്ലാം ഇവളുടെ തോന്നൽ മാത്രമാണ്. ശരിക്കും സംഭവിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കിന് പകരം അവളുടെ കൈ മുറിപ്പിക്കുകയാണ് ഈ ഒരു സാത്താൻ. അതും ആലിഫിനെ കൊണ്ട് പറഞ്ഞിട്ട്. കൈ വേദനിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഇത് റിയൽ അല്ല എന്ന് നമ്മുടെ ആശയ്ക്ക് മനസ്സിലായത്. പിന്നീട് നോക്കുമ്പോൾ അച്ഛൻ മാത്രമേ അവളുടെ അടുത്തുള്ളൂ, അമ്മയും ആലിഫിനെയും കാണാനില്ല. അപ്പൊ അവൾക്ക് കാര്യം മനസ്സിലായി. പക്ഷെ ഈ ഒരു സാത്താൻ ആലിഫിനെ കൊണ്ട് വീണ്ടും അവളുടെ കൈ മുറിപ്പിക്കാനായിട്ട് പറയുമ്പോഴേക്കും കോൺട്രാക്ട് അങ്ങോട്ടേക്ക് വരികയും അവളെ രക്ഷിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ അപ്പോഴും ആലിഫിന്റെ ദേഹത്ത് നിന്ന് അസ്വാല എന്ന് പറയുന്ന ആ ഒരു ഭീകര പിശാച് പോയിട്ടുണ്ടായിരുന്നില്ല. ഉടൻ തന്നെ പലതരത്തിലുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും ഉപയോഗിച്ച് നമ്മുടെ കോൺട്രാക്ട് ആലിഫിന്റെ ദേഹത്തുള്ള ആ ഒരു സാത്താനെ താൽക്കാലികമായിട്ട് ഇപ്പോൾ മാറ്റി നിർത്തുകയാണ്. നിങ്ങൾ എന്തായാലും സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കോൺട്രാക്ട് ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പോകുന്ന വഴിയിൽ വനത്തിനിടയിൽ വെച്ച് ഒരു കറുത്ത തരത്തിലുള്ള ഭീകരമായിട്ടുള്ള ഒരു മൃഗം വന്ന് നമ്മുടെ കോൺട്രാക്റ്റിനെ ആക്രമിക്കുകയാണ്. നമ്മൾ ഈ ആൻഷ്യന്റ് ഡീമോൺ എന്നൊക്കെ പറയില്ല, അതായത് പുരാതനമായിട്ടുള്ള പിശാചുക്കളൊക്കെ ഉണ്ടാവൂലേ, അതേ തരത്തിൽ പെട്ടിട്ടുള്ള
ഒരു പിശാച് തന്നെയാണ് ഈ ഒരു അസ്വാല എന്ന് പറയുന്നത്. പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകിയ നമ്മുടെ യാസ്മിന് കാണാൻ സാധിക്കുന്നത് മൊത്തം രക്തമാണ്. ആശയെ വിളിച്ച് അവൾ അത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മറുവശത്ത് നമ്മുടെ കോൺട്രാക്റ്റിന് നല്ല പരിക്ക് പറ്റിയിരുന്നു. വീട്ടിലാകട്ടെ വീണ്ടും ഈ ഒരു അസ്വാല എന്ന് പറയുന്ന പിശാച് നമ്മുടെ ആലിഫിന്റെ ദേഹത്ത് കയറി. പക്ഷെ ഇത്തവണ രക്ഷിക്കാനായിട്ട് നമ്മുടെ കോഡ്രാറ്റ് സ്ഥലത്തില്ല. പകരം വന്നത് കോഡ്രാറ്റിന്റെ തന്നെ സുഹൃത്തായിട്ടുള്ള ബോർഡിംഗ് സ്കൂളിലെ ഉസ്താദ് സഫറും കൂട്ടരുമാണ്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ കോഡ്രാറ്റ് അങ്ങോട്ടേക്ക് വന്ന് സഫറിന്റെ അടുത്ത് കാര്യം പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് എക്സോസിസം ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ. പക്ഷെ സഫർ ഇക്കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങളുണ്ട് ഇവിടെ എന്നും പറഞ്ഞുകൊണ്ട് ആലിഫിനെയും കുടുംബത്തെയും ആ ഒരു ട്രക്കിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. സഫർ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് നമ്മുടെ കോഡ്രാറ്റിന് മനസ്സിലായില്ല. അടുത്ത ദിവസം രാവിലെ ആശയോടൊത്ത് കോഡ്രാറ്റ് നടന്നു പോകുമ്പോഴാണ് ടൻഡിയുടെ ഭർത്താവിനെ കണ്ടുമുട്ടുന്നത്. അതായത് ജിഹാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മയുണ്ടായിരുന്നല്ലോ, ആ ഒരു പെൺകുട്ടിയുടെ മേത്ത് കയറിയിട്ടുണ്ടായിരുന്ന സാത്താനെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു നാട്ടിലെ ഒരു എക്സോസിസ്റ്റുകളും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും പണമായിരുന്നു ആവശ്യം. അതുകൊണ്ട് തന്നെ തന്തിയുടെ ഭർത്താവ് ഇപ്പൊ നമ്മുടെ കോൺട്രാക്റ്റിനെ കണ്ട ഉടനെ ഒതിരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം കൊക്കയുടെ അടുത്ത് നിന്നിരുന്ന തന്തിയാകട്ടെ ആ ഒരു കൊക്കയിലേക്ക് എടുത്തു ചാടി മരിക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ബോർഡിംഗ് സ്കൂളിലേക്ക് തന്നെ നമ്മുടെ കോൺട്രാക്റ്റ് പോയി. അപ്പോഴേക്കും ആലിഫും കുടുംബവും ഈ ഒരു ബോർഡിംഗ് സ്കൂളിൽ നിന്നും പോവുകയാണ്. ആലിഫിന്റെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു സാത്താനെ എന്നേക്കുമായിട്ട് സഫറും കൂട്ടരും ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എക്സോസിസമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് നിനക്കൊരു ആഗ്രഹവും ഇല്ലല്ലോ, അങ്ങനെയുള്ളവർക്കുള്ള സ്ഥലമല്ല ഇത്, എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് പൊക്കോളൂ എന്നാണ് ഇപ്പോൾ സഫർ നമ്മുടെ കോൺട്രാക്റ്റിനോട് പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് യാസ്മിനെയും കുടുംബത്തെയുമാണ്. ഇവർ മൂന്നുപേരും ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ആലിഫിന്റെ എല്ലാ അസുഖവും മാറിയല്ലോ. പെട്ടെന്നാണ് ഇവരുടെ വീട്ടിൽ കറന്റ് പോകുന്നത്. ജനറേറ്റർ ഓണാക്കാനായിട്ട് ഗ്യാരേജിലേക്ക് ഇപ്പോൾ യാസ്മിന് ഒരു റാന്തലും എടുത്തുകൊണ്ട് പോവുകയാണ്. പക്ഷെ അത് പെട്ടെന്ന് കെട്ടുപോയി. അങ്ങനെ അത് കത്തിക്കാനായിട്ട് ഒരു തീപ്പെട്ടിയൊക്കെ സംഘടിപ്പിച്ച് അവൾ ആ തീപ്പെട്ടി ഉരയ്ക്കാനായിട്ട് നോക്കുമ്പോഴേക്കും തീപ്പെട്ടി മൊത്തം നിലത്ത് വീണുപോയി. അങ്ങനെ ആ തീപ്പെട്ടിക്കൊള്ളികളൊക്കെ പെറുക്കി കൂട്ടുമ്പോഴാണ് പുറകിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് നമ്മുടെ യാസ്മിൻ കേൾക്കുന്നത്. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി. നേരത്തെ കോൺട്രാക്റ്റിനെ ആക്രമിച്ച അതേ ആ ഒരു സാത്താൻ മൃഗം ഉണ്ടല്ലോ, കറുത്തിട്ടുള്ള, അത് വന്നിട്ട് അവളുടെ ദേഹത്തേക്ക് കയറുകയാണ്. ഒരു ആവി പോലെ അവളുടെ വായിലൂടെ ആ ഒരു സാത്താൻ അകത്തേക്ക് പ്രവേശിക്കുന്നു. ഇതൊന്നും അറിയാതെ അമ്മ ജനറേറ്റർ ഓണാക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ ആശയും ആലിഫും. കോൺട്രാക്റ്റിനെ ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവാ എന്നാണ് ഇപ്പോൾ ആശയോട് നമ്മുടെ യാസ്മിൻ പറയുന്നത്. അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആ ഒരു സാത്താനാണ് ഇതൊക്കെ നമ്മുടെ യാസ്മിനെ കൊണ്ട് ഇപ്പോൾ ചെയ്യിക്കുന്നത്. അമ്മ പറയുന്ന അനുസരിച്ച നമ്മുടെ ആശ കോൺട്രാക്റ്റിനെ വിളിക്കാനായിട്ട് ബോർഡിംഗ് സ്കൂളിലേക്ക് ഓടിപ്പോകുന്നു. അന്ന് രാത്രി ഈ ഒരു എക്സോസിസവും അതുപോലെ തന്നെ മുൻ ബോർഡിംഗ് സ്കൂളിന്റെ മേധാവിയുമായിട്ടുള്ള ആ ഒരു ടീച്ചർ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺട്രാക്റ്റിന് പറഞ്ഞു കൊടുക്കുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രം നമ്മുടെ കോൺട്രാക്റ്റിന് മനസ്സിലായി. സഫർ എന്തെന്ന് ചോദിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബാക്കിയുള്ളവർ വന്നിട്ട് അവനെ ആക്രമിക്കുകയാണ്. അങ്ങനെ അവരൊക്കെ കീഴ്പ്പെടുത്തിയതിനു ശേഷം നമ്മുടെ കോൺട്രാക്റ്റ് സഫറിന്റെ റൂമിലേക്ക് ചെന്നു. അവിടുത്തെ അലമാരിയിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടപ്പോ ആ ഒരു അലമാരി തുറന്ന് അപ്പുറത്തേക്ക് അവനെത്തി. ആ കാഴ്ച കണ്ട് കോൺട്രാക്റ്റ് ഞെട്ടിപ്പോയി. സഫർ ആകട്ടെ ആ ഒരു ചെകുത്താനെ സേവിക്കുന്ന ഒരുവനായിരുന്നു. ചെകുത്താന് വേണ്ടിയിട്ടുള്ള ബലിയും മറ്റൊക്കെ അവൻ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് രണ്ടുപേരും കൂടി വലിയൊരു ഫൈറ്റ് നടക്കുന്നു. പക്ഷെ അതിനിടയിൽ തന്നെ സഫർ നമ്മുടെ കോൺട്രാക്റ്റിനോട് അവനോടൊപ്പം ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെടുകയും അവിടെ നിന്നും ഒരു വലിയ പാട്ടയിലുണ്ടായിരുന്ന രക്തം കുടിക്കാൻ പറയുകയും ചെയ്യുകയാണ്. ഇതിന് വിസമ്മതിച്ച നമ്മുടെ കോൺട്രാക്റ്റിനെ ആക്രമിക്കുകയാണ് ഇപ്പോൾ സഫർ. ചുരുക്കി പറഞ്ഞ ഈ ഒരു ഗ്രാമം തന്നെ ഇങ്ങനെ ആക്കി തീർത്തത് ഇവന്മാരാണ്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു സാത്താനെ സേവിക്കുന്നു. ഈ ഒരു നാട് തന്നെ അവർ കുട്ടിച്ചോറാക്കി. ദേഷ്യം പിടിച്ച നമ്മുടെ കോൺട്രാക്റ്റ് സഫറിനെ മലർത്തിയടിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ് ആശ അങ്ങോട്ടേക്ക് വന്നത്. ആശ കോൺട്രാക്റ്റിനോട് കാര്യം പറഞ്ഞു. ആശയും കോൺട്രാക്റ്റും ഇപ്പൊ വീട്ടിലേക്ക് പോകുന്നു. മറുവശത്ത് ആ ഒരു സാത്താൻ ഇപ്പോ യാസ്മിന്റെ ദേഹത്ത് കയറിയിരിക്കുകയാണല്ലോ. അവളാകട്ടെ അവിടെ മൊത്തം തീയിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ പാവം ആലിഫിനെ ജീവനോടെ ആ ഒരു ഗാരേജിൽ മണ്ണൊക്കെ എടുത്തിട്ട് കുഴിച്ചിടുകയാണ്. അമ്മയെ അങ്ങനെ ചെയ്യില്ലേ എന്നൊക്കെ ആലിഫ് വിളിച്ചു കൂവുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി അതൊന്നും കേൾക്കുന്നില്ല. കാരണം സാത്താനാണല്ലോ നിയന്ത്രിക്കുന്നത്. അപ്പോഴേക്കും കോൺട്രാക്റ്റും ആശയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കോൺട്രാക്റ്റിനെ എങ്ങനെയെങ്കിലും തളർത്തി തന്റെ അടുത്തേക്ക് എത്തിക്കുക എന്ന് മാത്രമായിരുന്നു അസ്വാല എന്ന് പറയുന്ന ആ ഒരു സാത്താന്റെ ഉദ്ദേശം. തന്റെ അമ്മയുടെ രൂപം കണ്ട നമ്മുടെ ആശയാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിവിറച്ച് നിൽക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ ആലിഫിനെ കുഴിച്ചിട്ട കാര്യമൊന്നും ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല. ആലിഫിന്റെ പേര് വിളിച്ച് അവരങ്ങോട്ടേക്ക് നടക്കുമ്പോഴേക്കും നമ്മുടെ കോൺട്രാക്റ്റിനെ ആക്രമിക്കാനായിട്ട് ആ ഒരു സാത്താൻ വരികയാണ്. ഈ സാത്താൻ തന്നെ നിന്റെ അനിയനതേ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ആശയോട് പറയുമ്പോൾ ആശ ആകെ തളർന്നു പോകുന്നുണ്ട്. എങ്കിലും കോൺട്രാക്റ്റ് ഈ ഒരു യാസ്മിന്റെ ദേഹത്തുള്ള ആ ഒരു പിശാചിനെ ഒഴിപ്പിക്കുന്ന സമയം
നമ്മുടെ ആശ പോയിട്ട് ആ ഒരു കുഴി തോണ്ടാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരുപാട് മന്ത്രങ്ങളും തന്ത്രങ്ങളും ഉപയോഗിച്ച് ആ ഒരു പിശാചിനെ യാസ്മിന്റെ ശരീരത്തിൽ നിന്നും മോചിപ്പിക്കാനായി കോഡ്രാറ്റ് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ അതിഭയാനകമായിട്ടുള്ള ആ ഒരു സാത്താനെ നമ്മുടെ യാസ്മിന്റെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കുകയാണ് കോഡ്രാക്റ്റ്. യാസ്മിൻ ഇപ്പോൾ രക്ഷപ്പെട്ടു. പക്ഷേ നമ്മുടെ ആലിഫിനെ രക്ഷിക്കാനായിട്ട് കോഡ്രാക്റ്റ് ആ ഒരു കുഴി തോണ്ടി നോക്കുകയാണ്. പക്ഷെ ഈ ഒരു കുഴി തോണ്ടി നമ്മുടെ ആലിഫിനെ പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും നമ്മുടെ കോഡ്രാക്റ്റ് ഒരു വിഷൻ കാണുകയാണ്. അതായത് അവന്റെ മകൻ തിരിച്ചു വരുന്നത് പോലെയുള്ള, യഥാർത്ഥത്തിൽ അതും ആ ഒരു സാത്താന്റെ അടവായിരുന്നു. കോഡ്രാറ്റിന്റെ മനസ്സ് തകർക്കുക, അവനെ തളർത്തുക, അവന്റെ മകന്റെ പേരും പറഞ്ഞിട്ട്, അതായിരുന്നു ആ ഒരു സാത്താന്റെ ലക്ഷ്യം. അതില് സാത്താൻ വിജയിക്കുകയും ചെയ്തു. പക്ഷെ ഇത്തവണ സാത്താന് തെറ്റിപ്പോയി. തന്റെ മകൻ മരിച്ചുപോയി എന്നുള്ള തിരിച്ചറിവ് കോഡ്രാറ്റിലേക്ക് പെട്ടെന്ന് തന്നെ മടങ്ങി വരുന്നു. മകന്റെ രൂപത്തിൽ വന്ന ആ ഒരു സാത്താനെ അപ്പൊ തന്നെ എക്സോസിസത്തിന് വിധേയമാക്കുകയാണ് നമ്മുടെ കോഡ്രാറ്റ്. അതോടുകൂടിയിട്ട് മകന്റെ നല്ല സ്വഭാവമൊക്കെ മാറി ഇപ്പൊ സാത്താന്റെ പച്ചത്തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ നമ്മുടെ കോഡ്രാറ്റിന്റെ മന്ത്രങ്ങളെല്ലാം ഫലിച്ചു. ആ ഒരു സാത്താനെ ആലിഫിന്റെ ശരീരത്തിൽ നിന്നും എന്നേക്കുമായി നമ്മുടെ കോഡ്രാറ്റ് പുറത്താക്കി. ആലിഫിന്റെ ദേഹത്ത് നിന്ന് മാത്രമല്ല, അസ്വല എന്ന് പറയുന്ന ആ ഒരു ഭീകര പിശാചിനെ നമ്മുടെ കോഡ്രാറ്റ് പുറത്താക്കിയത് ഈ ഒരു ഗ്രാമത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഇനി ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അസ്വാലയിൽ നിന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു റിച്വലും മറ്റൊക്കെയാണ് നമ്മുടെ കോഡ്രാറ്റ് അന്ന് നടത്തിയത്. അതിന്റെ ഫലമായി തന്നെ ആ ഗ്രാമത്തിലെ എല്ലാ കാര്യങ്ങളും പഴയപടിയായി. കോഡ്രാറ്റിന്റെ വയ്യാതെ കിടന്നിരുന്ന ഉസ്താദിന്റെ ദിനവും മാറി. പുള്ളിക്കാരൻ ഇപ്പൊ പൂർണ്ണ ആരോഗ്യവാനാണ്. പോകാൻ നേരത്ത് നമ്മുടെ കോഡ്രാറ്റിന് ഒരു മോട്ടോർ സൈക്കിള് ഇപ്പൊ ഉസ്താദ് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ഇതും ഓടിച്ച് നമ്മുടെ കോഡ്രാറ്റ് ഉസ്താദ് ചെത്തുപയ്യനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ യാസ്മിനെയും കുടുംബത്തെയും കാണുന്നത്. ആലിഫിനിപ്പോ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാനൊക്കെ കഴിയും. ഉസ്താദ് ഇനിയും തിരിച്ചു വരുമോ അമ്മേ എന്ന് യാസ്മിനോട് നമ്മുടെ ആലിഫ് ചോദിക്കുകയാണ്. കോഡ്രാറ്റ് ഉസ്താദ് ആകട്ടെ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ആ ഒരു ബുള്ളറ്റും ഓടിച്ച് അവിടെ നിന്നും പോകുന്നു. ആലിഫിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ഇപ്പോഴേ പറയാം. അതായത് ഉസ്താദ് മടങ്ങി വരുമോ ഇല്ലയോ എന്ന്. തീർച്ചയായിട്ടും മടങ്ങി വരും. ഇതിന്റെ രണ്ടാം പാട്ടും കൂടി വരാനുണ്ട്. അപ്പൊ അതിന്റെ ഫയലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു സിനിമയുടെ രണ്ടാം പാട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ എന്തെങ്കിലും തരത്തിൽ മോശമായിട്ടുള്ള രീതിയിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വരുന്ന വീഡിയോസിൽ ഞാൻ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.